കഴിഞ്ഞ വീഡിയോയിൽ സ്മോൾ സാമ്പിൾ സൈസ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു പോപ്പുലേഷൻ മീനിന്റെ കോൺഫിഡൻസ് ലെവൽ കണ്ടെത്തുന്നത്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡീൽ ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോൺഫിഡൻസ് ലെവൽ കണ്ടെത്തുന്ന സ്മോൾ സാമ്പിൾ സൈസ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് പോപ്പുലേഷൻ മീനിന്റെ കോൺഫിഡൻസ് ലെവൽ കണ്ടെത്തുന്നത്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. Given the sample 1.40, 1.45, 1.39, 1.40, 1.38 from a normal population, construct a 95% confidence interval for the population mean. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്താ ഇവിടെ കണ്ടെത്തേണ്ടത്? നമുക്ക് പോപ്പുലേഷൻ മീനിന്റെ 95% കോൺഫിഡൻസ് ലെവൽ കണ്ടെത്തണം. അതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? നമുക്കൊരു സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലെ. സാമ്പിളിൽ ആരൊക്കെയാണുള്ളത്? 1.40, 1.45, 1.39, 1.40, 1.38. ഇതാണ് നമ്മുടെ സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ സാമ്പിളിന്റെ സൈസ് എത്രയാണ് വരിക? നമ്മുടെ സാമ്പിളിന്റെ സൈസ് 1, 2, 3, 4, 5. അപ്പൊ എന്താണ് സാമ്പിൾ സൈസ്? 5 ആണ്. ഈ 5 എന്താണ്? ലെസ് ദാൻ 30 ആണ്. കൂടാതെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും നമ്മുടെ പോപ്പുലേഷന്റെ വേരിയൻസോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ സിഗ്മ എന്താണ്? അൺനോൺ ആണ് അല്ലെ. പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? അൺനോൺ ആണ്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എങ്ങനെയാണ് കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ പോപ്പുലേഷൻ മീൻ കണ്ടെത്തുക? അതിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ മൈനസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് എൻ മൈനസ് 1 കോമ എക്സ് ബാർ പ്ലസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് എൻ മൈനസ് 1. ഇതാണ് നമ്മുടെ കോൺഫിഡൻസ് ഇന്റർവെൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഇനി നോക്കാം, ക്വസ്റ്റ്യനിൽ എക്സ് ബാർ തന്നിട്ടില്ല, അതുപോലെ ടി ആൽഫ ബൈ 2 തന്നിട്ടില്ല, എസും തന്നിട്ടില്ല. ആകെ ആര് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യില്? സാമ്പിളിന്റെ സൈസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു തന്നിരിക്കുന്ന സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ ടി ആൽഫ ബൈ 2 കണ്ടെത്തണം. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് സാമ്പിൾസ് ആയിട്ട് തന്നിട്ടുള്ള ആരൊക്കെയാണ്? സാമ്പിൾസ് ആയിട്ട് തന്നിട്ടുള്ളത് എക്സ് എന്ന് പറയുന്നത്, സാമ്പിളിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് 1.40, 1.45, 1.39, 1.40, 1.38. ഇതാണ് സാമ്പിളിലെ മെമ്പേഴ്സ് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സ് ബാർ കണ്ടെത്തണം. എങ്ങനെയാണ് നമ്മൾ എക്സ് ബാർ കണ്ടെത്താം? എന്താണ് എക്സ് ബാർ കണ്ടെത്താനുള്ള ഇക്വേഷൻ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ്? സിഗ്മ എക്സ് ബൈ എൻ. ഇതാണ് നമ്മുടെ എക്സ് ബാർ കണ്ടെത്താനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ എക്സ് വാല്യൂസ് നമ്മൾ സം ചെയ്തതിനു ശേഷം അതിന്റെ സാമ്പിൾ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എന്തോരും? 1.40 പ്ലസ് 1.45 പ്ലസ് 1.39 പ്ലസ് 1.40 പ്ലസ് 1.38 ഓൾ ഡിവൈഡഡ് ബൈ സാമ്പിൾ സൈസ് 5. ഇത് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1.404 എന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് ബാർ കണ്ടെത്തി. ഇനി നമുക്ക് ആരെ കണ്ടെത്തണം? സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്തണം. അതിനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ആണ്. ഇനി ഇതെങ്ങനെ കണ്ടെത്താം? ഓരോ എക്സ് വാല്യൂവിൽ നിന്നും എക്സ് ബാർ മൈനസ് ചെയ്യാം, അതിന്റെ സ്ക്വയർ കണ്ടെത്തിയ, അങ്ങനെ ഓരോന്നും ചെയ്തതിനു ശേഷം സം ചെയ്തിട്ട് ഓൾ ഡിവൈഡഡ് ബൈ സാമ്പിൾ സൈസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഇതെങ്ങനെ വരും? വിച്ച് ഈസ് ഈക്വൽ ടു 1.40 മൈനസ് ആദ്യത്തെ എക്സ് വാല്യൂ മൈനസ് 1.404 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത എക്സ് വാല്യൂ 1.45 മൈനസ് 1.404 ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് 1.39 മൈനസ് 1.404 ഹോൾ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് 1.40 മൈനസ് 1.404 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് 1.38 മൈനസ് 1.404 ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ സാമ്പിൾ സൈസ് എത്രയാണ്? 5. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് സ്ക്വയറിന്റെ വാല്യൂ കിട്ടും അല്ലെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.000584 ആയിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എസ് സ്ക്വയർ അല്ലേ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെ എസ് കിട്ടുക? എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.000584 ആയിരിക്കും വരിക. ക്ലിയർ? അപ്പൊ നമുക്ക് ആരൊക്കെ കിട്ടി? എക്സ് ബാർ കിട്ടി, അതുപോലെ എസും കിട്ടിയിട്ടുണ്ട്. ഇനി ആരെയാണ് ഇവിടെ കിട്ടാനുള്ളത്? ടി ആൽഫ ബൈ 2. അതെങ്ങനെ നമ്മൾ കണ്ടെത്തുക? നമുക്ക് 95% കോൺഫിഡൻസ് ലെവലാണ് കണ്ടെത്താനുള്ളത് അല്ലെ. അപ്പൊ ഈ 95% ആരാണ്? നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് ആൽഫ ഈസ് ഈക്വൽ ടു 95% ആണ്. ദാറ്റ് മീൻസ് 0.95 ആണ് 1 മൈനസ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ത് കിട്ടും? 1 മൈനസ് 0.95 കിട്ടും അല്ലെ. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? 0.05 ആണ്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ടി ആൽഫ ബൈ 2 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 കണ്ടെത്തണം അല്ലെ. എന്താ വരിക?
ആൽഫ 0.05/2 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ് n-1 എന്ന് പറയുമ്പോൾ 5-1 വരും വിച്ച് ഇസ് ഈക്വൽ ടു 0.05/2 എന്താ വരിക 0.025 എന്ന് വരും അല്ലെ. ഇനി വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5-1 എന്ന് പറയുമ്പോൾ 4 വരും. ഇതെങ്ങനെ നമ്മൾ കണ്ടെത്താം? നമ്മുടെ ടി ഡിസ്ട്രിബ്യൂഷന്റെ ടേബിൾ നോക്കണം അല്ലെ. ഇതാണ് നമ്മുടെ ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ടത് ടി 0.025 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 4 ആണ്. അപ്പൊ കണ്ടോ, ഇവിടെയാണ് നമ്മുടെ 0.025 ഉള്ളത്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവിടെ 4 ആണ്. അപ്പൊ അത് രണ്ടും കൂടി കോമൺ ആയിട്ട് വരുന്ന വാല്യൂ എവിടെയാണ്? 2.776. അപ്പൊ നമുക്ക് ടി α/2ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 2.776 ആണെന്ന് കിട്ടി. ഇപ്പൊ എല്ലാവരും ആയിട്ടുണ്ട്. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കണ്ടെത്തുന്നതിൽ എക്സ് ബാറും ടി α/2ഉം എസും എന്നൊക്കെ നമുക്കറിയാം. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പൊ എന്താ വരിക? കോൺഫിഡൻസ് ഇന്റർവൽ ഈസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് പറയുന്നത് 1.404 ആയിരുന്നു മൈനസ് ടി α/2 2.776 ആണ്. ഇനി എസ് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക്? റൂട്ട് ഓഫ് 0.000584 ആണ് എസ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ √n-1 എന്ന് പറയുമ്പോൾ 5-1 4 ആണ്. കോമ 1.404 പ്ലസ് 2.776 ഇൻറ്റു റൂട്ട് ഓഫ് 0.000584 ഡിവൈഡഡ് ബൈ √4 എന്ന് വരും. ഇതാണ് നമ്മൾ കോൺഫിഡൻസ് ലെവൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത്. ഇനി എന്താ വരിക? ഇത് കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി 1.3705, 1.4375 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിലൂടെ നമ്മൾ സാമ്പിളിലെ മെമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും എക്സ് ബാറും എസും ടി α/2ഉം എല്ലാം കണ്ടെത്തി കോൺഫിഡൻസ് ലെവൽ എങ്ങനെ കണ്ടെത്താം, ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത അതേ ടൈപ്പിലൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. 5 മെഷർമെന്റ്സ് ഓഫ് റിയാക്ഷൻ ടൈം 0.28, 0.30, 0.27, 0.33, 0.31 seconds. Find 95% and 99% കോൺഫിഡൻസ് ലിമിറ്റ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലെ. 0.28, 0.30, 0.27, 0.33 ആൻഡ് 0.31 ഇവിടെ സാമ്പിളിൽ തന്നിട്ടുണ്ട്. സാമ്പിളിന്റെ സൈസ് എത്രയാണ്? n is equal to 5 ആണ്. ഇതെന്താണ്? ലെസ് ദാൻ 30 ആണ്. അപ്പോ സ്മോൾ സാമ്പിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പോപ്പുലേഷന്റെ വേരിയൻസിനെ കുറിച്ചോ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കുറിച്ചോ മെൻഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? സിഗ്മ അൺനോണും ആണ്. അപ്പൊ സിഗ്മ അൺനോൺ ആണ്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എങ്ങനെയാണ് കോൺഫിഡൻസ് ലെവൽ കണ്ടെത്താം? സ്മോൾ സാമ്പിൾ സൈസ് വിത്ത് സിഗ്മ അൺനോൺ ആണെങ്കിൽ കോൺഫിഡൻസ് ലെവൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ബാർ മൈനസ് ടി α/2 എസ് ബൈ റൂട്ട് n-1 കോമ എക്സ് ബാർ പ്ലസ് ടി α/2 എസ് ബൈ റൂട്ട് n-1. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ സാമ്പിളിന്റെ എക്സ് ബാർ ടി α/2 എസ് ഇത്രയും കാര്യങ്ങൾ കണ്ടെത്തണം. നമുക്ക് n മാത്രമേ അറിയുള്ളൂ. അപ്പൊ നേരത്തെ ചെയ്ത അതുപോലെ നമ്മുടെ സാമ്പിൾ ഒന്ന് എടുത്തെഴുതാം. സാമ്പിളിന്റെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? 0.28, 0.30, 0.27, 0.33 അല്ലെ. അതുപോലെ 0.31 കൂടി ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സാമ്പിൾ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എക്സ് ബാർ കണ്ടെത്തണം. എന്താണ് എക്സ് ബാർ കണ്ടെത്താനുള്ള ഇക്വേഷൻ? സിഗ്മ എക്സ് ബൈ n ആണ്. എങ്ങനെ കണ്ടെത്തും നമ്മൾ? ഓരോ എക്സ് നമുക്കറിയാം, സം ചെയ്താൽ മതി. 0.28 പ്ലസ് 0.30 പ്ലസ് 0.27 പ്ലസ് 0.33 പ്ലസ് 0.31 ഓൾ ഡിവൈഡഡ് ബൈ n എത്രയാണ്? 5 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക 0.298 ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ആരെ കണ്ടെത്തണം? നമുക്ക് എസ് കണ്ടെത്തണം. സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്തണം. എന്താണ് സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ? നമുക്ക് എസ് സ്ക്വയർ വേരിയൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം. സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n ആണ്. അപ്പൊ നമുക്ക് ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ പോരെ. എന്താണ്? നമുക്ക് ഓരോ എക്സ് വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. 0.28 മൈനസ് 0.298 ഹോൾ സ്ക്വയർ പ്ലസ് 0.30 മൈനസ് 0.298 ഹോൾ സ്ക്വയർ പ്ലസ് 0.27 മൈനസ് 0.298 ഹോൾ സ്ക്വയർ പ്ലസ് 0.33 മൈനസ് 0.298 ഹോൾ സ്ക്വയർ പ്ലസ് 0.31 മൈനസ് 0.298 ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ n എത്രയാണ്?
5 ആണ്. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.00045 ആയിരിക്കും. ഇപ്പൊ നമുക്ക് കിട്ടിയത് എസ് സ്ക്വയർ ആണ്. അപ്പൊ എസ് എങ്ങനെ കണ്ടെത്താം? എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 0.00045 നിങ്ങൾക്ക് വേണമെങ്കിൽ റൂട്ട് ഇവിടുന്ന് കണ്ടെത്തി വെക്കാം, അല്ലെങ്കിൽ നേരിട്ട് കോൺഫിഡൻസ് ഇന്റർവെൽ കൊടുത്തിട്ട് ചെയ്താലും മതി. അപ്പൊ നമുക്ക് ആരൊക്കെ കിട്ടിയിട്ടുണ്ട്? എക്സ് ബാറും കിട്ടിയിട്ടുണ്ട്, അതുപോലെ എസും കിട്ടിയിട്ടുണ്ട്. ഇനി ആരെ കണ്ടെത്തണം? ടി ആൽഫ ബൈ 2 കണ്ടെത്തണം അല്ലെ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കോൺഫിഡൻസ് ലെവൽ എത്രയാണ് തന്നിട്ടുള്ളത്? 95% ആണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് 1 മൈനസ് ആൽഫ, കോൺഫിഡൻസ് ലെവൽ 95% ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 0.95. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ത് കിട്ടും? 1 മൈനസ് 0.95 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.05 ആയിരിക്കും ആൽഫയുടെ വാല്യൂ. ഇനി നമുക്ക് ആരെയാണ് കണ്ടെത്താനുള്ളത്? ടി ആൽഫ ബൈ 2 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 കണ്ടെത്തണം. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക? ടി ഓഫ് ആൽഫ ബൈ 2 എന്ന് പറയുമ്പോൾ 0.05/2 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 5-1 അല്ലെ. വിച്ച് ഇസ് ഈക്വൽ ടു ടി ഓഫ് 0.025 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 4 ആയിരിക്കും വരിക. ഇത് നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടെത്തി വെച്ചതാണ്. ഇതിന്റെ വാല്യൂ എന്താ വരിക? 2.776. ഓക്കെ, അപ്പൊ ടി ആൽഫ ബൈ 2 വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? കോൺഫിഡൻസ് ലെവലിൽ അപ്ലൈ ചെയ്യാം. എക്സ് ബാർ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? എക്സ് ബാർ എന്ന് പറയുന്നത് 0.298 ആണ് അല്ലെ. എക്സ് ബാർ എന്ന് പറയുന്നത് 0.298 മൈനസ് ടി ആൽഫ ബൈ 2 2.776 ഇൻറ്റു എസ് എത്രയാണ്? റൂട്ട് ഓഫ് 0.00046 ആണ്, ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് n-1 എന്ന് പറയുമ്പോൾ റൂട്ട് 4 വരും, കോമ 0.298 പ്ലസ് 2.776 ഇൻറ്റു റൂട്ട് ഓഫ് 0.00046 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് 4. ഇതായിരിക്കും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വരിക. ഇത് കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.2684, 0.3276 ആയിരിക്കും കിട്ടുക. അങ്ങനെയാണെങ്കിൽ കോൺഫിഡൻസ് ലിമിറ്റ് എന്താ വരിക? കോൺഫിഡൻസ് ഇന്റർവൽ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺഫിഡൻസ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു, ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഈ രണ്ട് അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്സ് ആണ്. 0.2684, 0.3276 ആണ് നമ്മുടെ കോൺഫിഡൻസ് ലിമിറ്റ് വരിക. ഇനി സെയിം ക്വസ്റ്റ്യൻ തന്നെ ആൽഫ 99% കോൺഫിഡൻസ് ലിമിറ്റ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തെടുക്കുക? സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് കോൺഫിഡൻസ് ലെവൽ 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത് 99% ആണ് പറഞ്ഞിട്ടുള്ളത്, അതായത് 0.99 ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ത് വരും? 1 മൈനസ് 0.99 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0.01. ഇതായിരിക്കും നമ്മുടെ ആൽഫ വരുന്നുണ്ടാവുക. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ടി ആൽഫ ബൈ 2 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 ആണ് കണ്ടെത്തേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു ടി ഓഫ് ആൽഫ ആരാണ്? 0.01 ആണ്, ബൈ 2 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1 എന്ന് പറയുമ്പോൾ 5-1, വിച്ച് ഇസ് ഈക്വൽ എന്ത് വരും? ടി ഓഫ് 0.005 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 4 വരും അല്ലെ. ഇതെങ്ങനെ നമ്മൾ കണ്ടെത്താം? നമ്മുടെ ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നോക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഇവിടെ നോക്കൂ, ടി ഓഫ് 0.005 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 4 ആണ് നമുക്ക് കണ്ടെത്തുന്നത്. അപ്പൊ കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? 4.604 ആയിരിക്കും നമ്മുടെ ടി ആൽഫ ബൈ 2 വാല്യൂ വരുന്നത്. Therefore, which is equal to 4.604. ഓക്കെ, അപ്പൊ നമുക്ക് ആരെ കിട്ടി? ടി ആൽഫ ബൈ 2 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടെത്താം? കോൺഫിഡൻസ് ലെവൽ കണ്ടെത്താം. എക്സ് ബാർ മൈനസ് എക്സ് ബാർ ആരായിരുന്നു? എക്സ് ബാർ എന്ന് പറയുന്നത് 0.298 ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് 0.298 ആണ്, മൈനസ് ടി ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 4.604 ആണ്. എസ് എത്രയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക്? എസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 0.000456 അല്ലെ. എസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 0.0000456 ഓൾ ഡിവൈഡഡ് ബൈ n-1, റൂട്ട് n-1 എന്ന് പറയുമ്പോൾ റൂട്ട് 4 വരും, കോമ 0.298 പ്ലസ് 4.604 ഇൻറ്റു റൂട്ട് ഓഫ് 0.0000456 ഡിവൈഡഡ് ബൈ റൂട്ട് 4. അപ്പൊ ഇതായിരിക്കും വരാം. ഇത് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.2489, 0.3471 ആയിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവാം.
അപ്പൊ ഇത് നമ്മുടെ കോൺഫിഡൻസ് ഇന്റർവൽ ആണ്. അപ്പൊ കോൺഫിഡൻസ് ലിമിറ്റ് എഴുതണം. കോൺഫിഡൻസ് ലിമിറ്റ്സ് ഈസ് ഈക്വൽ ടു എന്തൊക്കെയാണ് ഇതിന്റെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ്സ്? 0.2489, 0.3471. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ റാൻഡം സാമ്പിൾ ഓഫ് 16 ഫ്രം എ നോർമൽ പോപ്പുലേഷൻ ഷോഡ് മീൻ ഓഫ് 41.5 ഇഞ്ചസ് ആൻഡ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് ഫ്രം ദിസ് മീൻ ഈക്വൽ ടു 135 സ്ക്വയർ ഇഞ്ചസ്. ഒബ്റ്റെയിൻ ദ 95% കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ ദ പോപ്പുലേഷൻ മീൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? സാമ്പിൾ സൈസ് 16 ആയിട്ടുള്ള ഒരു സാമ്പിള് നോർമൽ പോപ്പുലേഷനിൽ നിന്ന് എടുത്തു. അപ്പൊ അതിന് മീൻ എത്ര കിട്ടി? 41.5 ഇഞ്ചസ് കിട്ടി. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സെന്റൻസ്, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫ്രം ദിസ് മീൻ ഈക്വൽ ടു 135. ഓക്കെ, പിന്നെ നമ്മളോട് എന്ത് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്? 95% കോൺഫിഡൻസ് ഇന്റർവൽ ഫോർ ദ പോപ്പുലേഷൻ മീൻ കണ്ടെത്തണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതാം. എന്താണ് സാമ്പിൾ സൈസ് തന്നിട്ടുള്ളത്? n is equal to 16 ആണ്. അതുപോലെ സാമ്പിളിന്റെ മീൻ എത്രയാണ്? x bar is equal to 41.5 ആണ്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫ്രം ദിസ് മീൻ. അതെങ്ങനെയാണ് മാത്തമാറ്റിക്കലി ഡിനോട്ട് ചെയ്യുക? സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ അത് ഡിനോട്ട് ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 135 ആണ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? കോൺഫിഡൻസ് ലെവൽ 95% ആണ്. ദാറ്റ് മീൻസ് 1 മൈനസ് ആൽഫ ഇസ് ഈക്വൽ ടു 95%. 95% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.95 ആണ് 1 മൈനസ് ആൽഫ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്തണം. ഇവിടെ നോക്കൂ, നമ്മുടെ സാമ്പിളിന്റെ സൈസ് എത്രയാണ്? 16 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 30 ആണ്. കൂടാതെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പോപ്പുലേഷന്റെ വേരിയൻസോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഏത് കേസ് യൂസ് ചെയ്യാം? കോൺഫിഡൻസ് ഇന്റർവൽ കണ്ടെത്താൻ ഏത് കേസ് യൂസ് ചെയ്യാം? രണ്ടാമത്തെ കേസ് യൂസ് ചെയ്യാം. എക്സ് ബാർ മൈനസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് n മൈനസ് 1, എക്സ് ബാർ പ്ലസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് n മൈനസ് 1. ഈ ഒരു കേസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിൽ ആരൊക്കെ തന്നിട്ടുള്ളത്? എക്സ് ബാർ നമുക്ക് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ടി ആൽഫ ബൈ 2 തന്നിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അത് ടി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ യൂസ് ചെയ്ത് കണ്ടെത്തണം. കൂടാതെ n തന്നിട്ടുണ്ട്, അപ്പൊ n മൈനസ് 1 നമുക്ക് കണ്ടെത്താം. എസ് തന്നിട്ടുണ്ടോ? സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ ആ കാര്യങ്ങൾ ടി ആൽഫ ബൈ 2ഉം എസും നമുക്ക് ഇനി കണ്ടെത്തണം. അപ്പൊ ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് എന്ത് കണ്ടെത്താൻ? എസും ടി ആൽഫ ബൈ 2 കണ്ടെത്താൻ. അപ്പൊ നമുക്ക് ആദ്യം ടി ആൽഫ ബൈ 2ന്റെ വാല്യൂ കണ്ടെത്താം. ആൽഫ എത്രയാണ്? 1 മൈനസ് ആൽഫ എത്രയാണ്? 0.95 ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്താ വരിക? ആൽഫ ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.95 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക? 0.05 എന്ന് വരും. ഇനി എങ്ങനെയാണ് ടി ആൽഫ ബൈ 2ന്റെ വാല്യൂ കണ്ടെത്തുക? നമുക്ക് ടി ആൽഫ ബൈ 2 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര കിട്ടണം? n മൈനസ് 1 കിട്ടണം. വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ 0.05 അല്ലേ? അപ്പൊ 0.05 ബൈ 2 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര കിട്ടണം? n മൈനസ് 1 എന്ന് പറയുമ്പോൾ 16 മൈനസ് 1. ഇതെന്താ വരിക? ടി ഓഫ് 0.025 വിത്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര വരും? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 15. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇതാണ് നമ്മുടെ ടി ഡിസ്ട്രിബ്യൂഷന്റെ ടേബിൾ. അപ്പൊ നമുക്ക് ടി 0.025 കണ്ടോ? 0.025 ഇവിടെ ഉണ്ട്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഈ കോളത്തിൽ നോക്കുക എത്രയാണ്? 15 ആണ്. അപ്പൊ ഇതിന്റെ ഈ രണ്ടും കൂടും ചേരുന്ന ഭാഗം ഏതാണ്? 2.131. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടി 2.131 ആണ് ടി ആൽഫ ബൈ 2ന്റെ വാല്യൂ. അത് കിട്ടിക്കഴിഞ്ഞു. ഇനി ആരെ കണ്ടെത്തണം? എസ് കണ്ടെത്തണം. സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്തണം. അതിന് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ടോ? നോക്കൂ, സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫ്രം മീൻ തന്നിട്ടുണ്ട്. ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് വേണം എന്ത് കണ്ടെത്താൻ? എസ് കണ്ടെത്താൻ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. എസ് സ്ക്വയർ കണ്ടെത്താനുള്ള ഇക്വേഷൻ, സാമ്പിളിന്റെ വേരിയൻസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട്. എത്രയാണ്? 135 ആണ്. n എത്രയാണ്? 16 ആണ്. അപ്പൊ എസ് സ്ക്വയർ 135 ബൈ 16 ആണ്. അങ്ങനെയാണെങ്കിൽ എസ് എന്താ വരിക? റൂട്ട് ഓഫ് 135 ബൈ 16 ആയിരിക്കും വരിക. അപ്പൊ എസിന്റെ വാല്യൂ കിട്ടിയോ? അതും കിട്ടി. അപ്പൊ ഇനി എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ കോൺഫിഡൻസ് ഇന്റർവെൽ അപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ കോൺഫിഡൻസ് ഇന്റർവെൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം? കോൺഫിഡൻസ് ഇന്റർവെൽ ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് എക്സ് ബാർ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 41.5 ആണ്. മൈനസ് ടി ആൽഫ ബൈ 2 2.131 ആണ്. എസ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് 135 ബൈ 16 ആണ്. ഡിവൈഡഡ് ബൈ റൂട്ട് n മൈനസ് 1 എന്ന് പറയുമ്പോൾ റൂട്ട് 16 മൈനസ് 1 15 വരും. 41.5 പ്ലസ് 2.131 ഇൻറ്റു റൂട്ട് 135 ബൈ 16 ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട്
50. ഇത് നമ്മൾ കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ലെവൽ കിട്ടും. കോൺഫിഡൻസ് ലെവൽ എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 39.902, 43.098. ഇതായിരിക്കും നമ്മുടെ കോൺഫിഡൻസ് ഇന്റർവെൽ വരിക. ഓക്കെ, ക്ലിയർ? ഇവിടെ നമുക്ക് എന്താണ് ഒരു വ്യത്യാസം വരുന്നത്? ഇവിടെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഫ്രം മീൻ തന്നിട്ടുണ്ട്, അതാണ് തന്നിട്ടുള്ളത്. ഈ ഒരു ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടെത്തണം? എസ് കണ്ടെത്തണം. എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സം ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ ആണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് എസ് സ്ക്വയർ കണ്ടെത്താം, അതിൽ നിന്നും എസ് കണ്ടെത്താം. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഒരു കോൺഫിഡൻസ് ഇന്റർവെല്ലിലെ വാല്യൂസ് കണ്ടെത്താൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ.